നമുക്കുണ്ടല്ലോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ മോളായിരുന്ന സമയത്ത് നമ്മൾക്ക് ഇതൊന്നുമില്ല, വീട്ടുകാരെന്നെ എടുത്ത് വയ്ക്കണു, അങ്ങനെ പോകണമായിരുന്നു. അപ്പോൾ ഈ വട്ടം ഞാൻ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏട്ടനൊക്കെ കൂടി പോയിട്ട് എല്ലാം കുഞ്ഞിനുള്ളതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം പാക്ക് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ മടി പിടിച്ച് അതിന് വെച്ചേക്കായിരുന്നു. ഇത് മെറ്റേണിറ്റി പാൻറ്റീസ് ഉണ്ട്, മെറ്റേണിറ്റി പാഡ് ഉണ്ട്, മെറ്റേണിറ്റി ബ്രാ ഉണ്ട്, അങ്ങനെ എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെറ്റേണിറ്റി വയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ മോൾക്കുള്ളതും ഏട്ടനുള്ളതും അങ്ങനെ എല്ലാം അമ്മയുടെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സുകൾ ഇത്രയധികം നമുക്ക് ആവശ്യം വന്നില്ല. നമ്മൾ ആദ്യം 3 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും ഇട്ടിട്ട് വരാൻ പറ്റില്ല, പെയിൻ കാരണം നമ്മളുള്ളത് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ പെട്ടിയിൽ അടുക്കിയതൊന്നും അധികം എടുക്കേണ്ടിയും വന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനം മെറ്റേണിറ്റി പാഡും പാൻറ്റീസും ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. അതൊക്കെ അവർ തന്നെ എടുത്തിട്ട് നമുക്ക് ബില്ല് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ കൂടുതൽ ഇതിൽ പറയാൻ പറ്റാത്ത കാരണം ബാക്കിയുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.